നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് ബലിപെരുന്നാൾ ആശംസകൾ. പ്രധാന വാർത്തകൾ. ഞായറാഴ്ച ബലിപെരുന്നാൾ. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗബോധത്തിൻ്റെയും സ്മരണകളുമായെത്തുന്ന ആഘോഷത്തെ വരവേൽക്കുവാൻ വിശ്വാസികൾ ഒരുങ്ങി. കാസർഗോട്ട് വൻ പാൻ മസാല വേട്ട. 43,500 പാക്കറ്റ് പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. 40,000 രൂപ പിടിച്ചെടുത്തു. മഞ്ചേശ്വരം ഉദ്യാവരയിൽ പൂട്ട് തകർത്ത് ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം. ബുക്ക് സ്റ്റാളിൽ നിന്നും 7,000 രൂപയും മൊബൈൽ ഫോണുകളും കവർന്നു. ജ്യൂസ് സെന്ററിലും പൂട്ട് തകർത്ത് കവർച്ചാശ്രമം. നാടിനെ ദേവീമന്ത്രങ്ങളാൽ മുഖരിതമാക്കി നവരാത്രി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനുമെതിരെ രൂക്ഷ വിമർശനവുമായി NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. ഇമേജ് വർധനവിനു വേണ്ടി ഉമ്മൻചാണ്ടിയും VM സുധീരനും നടത്തുന്ന ബാർവാർ പൊള്ളയാണെന്ന് ഉഴവൂർ വിജയൻ. KSU സംസ്ഥാന ജാഥ തിങ്കളാഴ്ച കാഞ്ഞങ്ങാട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ 4-ാം മൈലിൽ ദേശീയപാത ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. ഞായറാഴ്ച ബലി പെരുന്നാൾ. ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗബോധത്തിൻ്റെയും സ്മരണകളുമായി എത്തുന്ന ആഘോഷത്തെ വരവേൽക്കുവാൻ വിശ്വാസികൾ ഒരുങ്ങി. സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തണമെന്നും അതോടൊപ്പം മൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ദിനങ്ങൾ പുലരണമെന്നുമാണ് ഇസ്ലാം മതം നൽകുന്ന വിശുദ്ധ സന്ദേശം. തന്നെ ആക്ഷേപിക്കുവാനും അപമാനിക്കുവാനും ശ്രമിച്ചവരെ തൻ്റെ ജീവിതചര്യകൾ കൊണ്ട് ആകൃഷ്ടരാക്കി ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുകയാണ് നബി തിരുമേനി ചെയ്തത്. ഹൃദയത്തിൽ അനുകമ്പയും ആർദ്രതയും ഉണർത്തിയാണ് ഒരു ബലിപെരുന്നാൾ കൂടി പടികടന്നെത്തിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കും പ്രീതിക്കും വേണ്ടി ഏറ്റവും വിലപ്പെട്ടതിനെപ്പോലും ത്യജിക്കുവാൻ മനുഷ്യൻ തയ്യാറാകുന്നതിൻ്റെ മഹത്തായ സൂചനയാകുന്നു ബക്രീദ്. പരിപൂർണമായ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും ആഘോഷമാണ് ബക്രീദ്. ഇസ്ലാം കലണ്ടർ വർഷത്തിലെ 12-ാമത്തെ മാസമായ ദുൽഹജ്ജ് മാസത്തിലെ 10-ാം ദിവസമാണ് ബക്രീദ് ആഘോഷിക്കുന്നത്. ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം കൂടിയാണ് ബക്രീദ്. ചെറിയ പെരുന്നാളിലെ ഫിത്തർ സക്കാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് ബലി നൽകലെന്നാണ് വിശ്വാസം. ബലിപെരുന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് മനസ്സിലെ വിദ്വേഷങ്ങൾ നീക്കി വിശ്വാസികൾ ഇണക്കവും പരസ്പര സാഹോദര്യവും സ്നേഹവും കാരുണ്യവും ബന്ധവും ഊട്ടിയുറപ്പിക്കുകയും ഒപ്പം മനസ്സുകളിലെ പക നീക്കി തെറ്റിദ്ധാരണകൾ മാറ്റുകയും ചെയ്യുന്നു. ബലിപെരുന്നാളിനെ വരവേൽക്കുവാനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും വിശ്വാസികൾ പൂർത്തിയാക്കി. ബലിപെരുന്നാൾ ദിനമായ ഞായറാഴ്ച കാസർഗോട്ടെ പ്രാർത്ഥനാലയങ്ങളും വീടുകളും തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും. കുടുംബബന്ധം ഊട്ടിയുറപ്പിച്ചും പാവങ്ങളിലേക്ക് കാരുണ്യം ചൊരിഞ്ഞും പെരുന്നാളിനെ ചൈതന്യമാക്കുവാനുള്ള എല്ലാ ഒരുക്കവും വിശ്വാസികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിൽ ശനിയാഴ്ചയാണ് ബലിപെരുന്നാൾ ആഘോഷിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോട്ട് വൻ പാൻ മസാല വേട്ട. 43,500 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി വിദ്യാനഗർ സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. ഇയാളിൽ നിന്നും 40,000 രൂപയും പിടിച്ചെടുത്തു. വിദ്യാനഗർ ചെട്ടുംകുഴിയിലെ അബൂബക്കറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി മംഗലാപുരത്തു നിന്നും ട്രെയിൻ മാർഗമാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കാസർഗോട്ടേക്ക് എത്തിച്ചത്. പിന്നീട് ഓട്ടോയിൽ കയറ്റി രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനിടയിൽ കാസർഗോഡ് മാർക്കറ്റ് പരിസരത്ത് വെച്ചാണ് അബൂബക്കറിനെ പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ CI TP ജേക്കബ്, SI മാരായ രാജേഷ് മംഗലത്ത്, മൈക്കിൾ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. 15 ചാക്കുകളിലായാണ് പാൻ മസാല ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇതിന് വിലമതിക്കുമെന്ന് SI പറഞ്ഞു. കൂടുതൽ കർണാടക തന്നെയാണ് മാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള സെയിലെന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ കർണാടക ജില്ലക്കടുത്തുള്ള കർണാടക സ്റ്റേറ്റിനടുത്തുള്ള ജില്ലയായത് കൊണ്ട് തന്നെ കർണാടക വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളും മറ്റും അവരെ അജ്ഞത കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ശീലം കൂടുതലാണിത്. ഇത്തവണ പിടിച്ചത് 15 ചാക്ക് എന്ന് പറയുമ്പോൾ അവർ വിൽക്കുന്ന വില, റിറ്റെയിലിൽ വിൽക്കുന്ന വില 1,00,000 കവി എന്തായാലും തീർച്ചയായിട്ടും. അതിന് MRP മാത്രം 1,00,000 അടുത്ത് വരും. അപ്പോൾ അതിൻ്റെ ലാഭം അവർ തീർച്ചയായിട്ടും ഒരു നിരോധിക്കപ്പെട്ട ഉൽപ്പന്നവാദം കൊണ്ട് ലാഭം തീർച്ചയായിട്ടും കൂടുതൽ എടുക്കാൻ സാധ്യതയുണ്ട്. 1,00,000 മേലെ തീർച്ചയായിട്ടും വരും.
അതായത് നമ്മുടെ SP സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസിൻ്റെ വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തനമാണ് ഇത് പിടിക്കാൻ സഹായിച്ചിട്ടുള്ളത്. അത് നമ്മൾ ലോക്കൽ മെന്നും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പാൻ മസാല ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിരോധിച്ചതോടെ കർണാടകയിൽ നിന്നുള്ള കടത്ത് വ്യാപകമായിട്ടുണ്ട്. ഇതേ തുടർന്ന് പരിശോധനയും കർശനമാക്കി. കഴിഞ്ഞ ദിവസം ഉപ്പള പത്വാടി റോഡിലെ പച്ചക്കറി കടയിൽ നിന്നും 8600 പാക്കറ്റ് നിരോധിത പാൻ മസാല ഉൽപ്പന്നങ്ങൾ പിടിച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപാരിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. വരും ദിവസങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്ന് പോലീസ് അധികൃതർ പറഞ്ഞു. മഞ്ചേശ്വരം ഉദ്യാവര മാട അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കവർച്ചാശ്രമം നടന്നത്. ക്ഷേത്രത്തിന് പുറമെ ഉദ്യാവരയിലെ ഒരു ബുക്ക് സ്റ്റാളിൽ കവർച്ചയും മറ്റൊരു ജ്യൂസ് കടയിൽ കവർച്ചാശ്രമവും നടന്നു. ഉദ്യാവര മാട അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിലെ അണ്ണതമ്മ ദൈവങ്ങൾ കുടികൊള്ളുന്ന ശ്രീകോവിലിൻ്റെ പൂട്ട് തകർത്താണ് കവർച്ചാശ്രമം നടന്നത്. ശ്രീകോവിലിനകത്തു നിന്നും പൂട്ട് തകർക്കുവാൻ ഉപയോഗിച്ച പിക്കാസ് കണ്ടെടുത്തു. വിവരം അറിഞ്ഞതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ നിരവധി പേരാണ് ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത്. പോലീസ് സംരക്ഷണം നിർദ്ദേശിക്കപ്പെട്ട ക്ഷേത്രത്തിൽ കവർച്ച നടന്നത് നാട്ടുകാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഉദ്യാവരയിൽ വെള്ളിയാഴ്ച രാത്രി നടന്നത് വ്യാപകമായ കവർച്ചകളും കവർച്ചാശ്രമങ്ങളുമായിരുന്നു. ഉദ്യാവര അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിലെ കവർച്ചാശ്രമത്തിന് പുറമെ ഉദ്യാവരയിലെ പലയിടങ്ങളിലും വെള്ളിയാഴ്ച രാത്രി കവർച്ചകളും കവർച്ചാശ്രമങ്ങളും നടന്നു. ഉദ്യാവരയിലെ ഷാഫി സ്കൂൾ ബുക്ക് ഹൗസിൽ നിന്നും 3 മൊബൈൽ ഫോണുകളും 7000 രൂപയും കവർന്നു. ബുക്ക് സ്റ്റാളിൻ്റെ പൂട്ടുകൾ തകർത്താണ് കവർച്ച നടത്തിയത്. സംഭവസ്ഥലത്ത് നിന്നും പൂട്ട് തകർക്കുവാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന പിക്കാസും കണ്ടെടുത്തു. ഉദ്യാവര ദേശീയപാതയ്ക്ക് സമീപമുള്ള ഷാൻവി ബേക്കറി ജ്യൂസ് സെൻ്ററിലും കവർച്ചാശ്രമം നടന്നു. വിലപ്പെട്ടതൊന്നും മോഷ്ടിക്കുവാനില്ലെന്ന് മനസ്സിലായ മോഷ്ടാക്കൾ കവർച്ചാശ്രമം ഉപേക്ഷിച്ചതായാണ് കരുതുന്നത്. ജ്യൂസ് സെൻ്ററിലെ പൂട്ടുകളെല്ലാം തകർത്ത നിലയിലാണ്. സംഭവമറിഞ്ഞ് കവർച്ചാ സ്ഥലങ്ങളിൽ മഞ്ചേശ്വരം പോലീസ് എത്തി പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. വെള്ളിയാഴ്ച രാത്രി വൻ കവർച്ചകൾ ലക്ഷ്യമാക്കിയാണ് മോഷ്ടാക്കൾ ഉദ്യാവരയിൽ എത്തിയതെന്നാണ് സംശയിക്കുന്നത്. എന്നാൽ മുൻ നിശ്ചയിച്ചത് പ്രകാരമുള്ള എല്ലാ കവർച്ച പദ്ധതികളും പാളിപ്പോവുകയായിരുന്നു. വിലപ്പെട്ടതൊന്നും കവരാതെയാണ് മോഷണ സംഘം പിൻവാങ്ങിയത്. കവർച്ചാശ്രമങ്ങൾ നടന്ന അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിലും ഷാൻവി ബേക്കറി ജ്യൂസ് സെൻ്ററിലും പൂട്ട് തകർക്കുവാൻ ഉപയോഗിച്ച പിക്കാസുകൾ പോലും എടുക്കാതെ മടങ്ങിയത് അന്വേഷണത്തെ വഴിതിരിച്ച് വിടുവാനാണോ എന്നും പോലീസ് സംശയിക്കുന്നു. കവർച്ചാശ്രമങ്ങൾ നടന്ന പ്രദേശത്തുള്ള ഒരു വീട്ടിലെ പട്ടിയെ വകവരുത്തിയാണ് മോഷ്ടാക്കൾ വെള്ളിയാഴ്ച രാത്രി ഉദ്യാവരയിൽ അഴിഞ്ഞാടിയത്. പട്ടി കുരച്ചാൽ കവർച്ചയെ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പട്ടിയെ വിഷം കൊടുത്ത് വകവരുത്തിയത്. പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നായ അറസുമഞ്ചിഷ്ണാർ ക്ഷേത്രത്തിലും മറ്റ് 2ഇടങ്ങളിലും ഒറ്റ രാത്രിയിൽ കവർച്ച നടത്തുവാൻ പദ്ധതിയിട്ടവർ ചില്ലറക്കാരല്ലെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. കവർച്ചക്കാർ അന്തർ സംസ്ഥാന മോഷണ സംഘാംഗങ്ങളാണോ എന്ന കാര്യവും പോലീസ് സംശയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാഗ്ദേവതാ സന്നിധിയിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ശനിയാഴ്ച അതിരാവിലെ തന്നെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം തേടി എത്തിയത്. പതിവിന് വിപരീതമായി ഇത്തവണ 2 ദിവസങ്ങളിലായാണ് വിജയദശമി ആഘോഷിച്ചത്. ചില ക്ഷേത്രങ്ങളിൽ വെള്ളിയാഴ്ച വിജയദശമിയായി ആഘോഷിച്ചപ്പോൾ മറ്റു ചില ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ചയായിരുന്നു വിജയദശമി ആഘോഷം. അതിനാൽ 2 ദിവസങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ശനിയാഴ്ച പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു. അതിരാവിലെ തന്നെ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യാക്ഷരമായ ഹരിശ്രീ കുറിച്ചത്. കാസർഗോഡ് ആര്യകാർത്തയണി ശ്രീ മഹാദേവി ക്ഷേത്രം, ശ്രീ ദുർഗാ പരമേശ്വരി മഹാകാളി കാശികാല ഭൈരവേശ്വര ക്ഷേത്രം, പുലിക്കുന്ന് ജഗദാംബ ക്ഷേത്രം എന്നിവിടങ്ങളിലെല്ലാം 100 കണക്കിന് കുരുന്നുകളാണ് അറിവിൻ്റെ ആദ്യാക്ഷരമായ ഹരിശ്രീ കുറിച്ചത്. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അക്ഷരീശ്വരി മൂകാംബികേ അത്രിവാസിനി നാദാംബികേ വിദ്യാകാരിണി ജ്ഞാനാംബികേ ദേവി നീ ശരണാംബിക. സർവമംഗള
വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ಶಕ್ತಿ ಸ್ವರೂಪಿಣಿಯಾಗಿರುವಂತಹ ದೇವಿಯನ್ನು ನಾನಾ ವಿಧಗಳಲ್ಲಿ ಈ 9 ದಿನಗಳಲ್ಲಿ ಆರಾಧಿಸಿ 10ನೇ ದಿನ ಒಂದು ಕಾರ್ಯಕ್ರಮ ಇಟ್ಟುಕೊಳ್ತಾರೆ, ಸೀಮೋಲ್ಲಂಘನ. ಅದು ವಿಜಯದ ಸಂಕೇತವಾಗಿ. ವಿಜಯ ಅಂತ ಹೇಳುವಂಥದ್ದು ಅದು ತನ್ನಿಂತಾನೇ ಬರುವಂಥದ್ದಲ್ಲ. ವಿಜಯ ಅಂತ ಹೇಳಿ ಯಾವುದನ್ನು ಗುರುತಿಸಿಕೊಳ್ಳೋದು ಅಷ್ಟು ಸುಲಭದ ಕೆಲಸವೂ ಅಲ್ಲ. ಯಾಕಂತೇಳಿದ್ರೆ ಅದು ಸಾಪೇಕ್ಷವಾಗಿರುವಂತಹ ಒಂದು ಶಬ್ದ. കാസർഗോഡ് താളിപ്പടപ്പ് വീർ സാവർക്കർ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ കേളുകുഡെ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നടന്ന വിദ്യാരംഭ ചടങ്ങിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി ആയുധപൂജയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നവരാത്രി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. ശനിയാഴ്ച രാത്രി നടന്ന വിവിധ പൂജകൾക്ക് ശേഷം മഹോത്സവം സമാപിച്ചു. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ആഘോഷമാണ് നവരാത്രി. കഴിഞ്ഞ 10 ദിവസങ്ങളിലായി ദേവീ മന്ത്രങ്ങളാൽ മുഖരിതമായ നാടും നഗരവും ഭക്തിയിൽ അലിയുകയായിരുന്നു. കഴിഞ്ഞ 25-ന് ആരംഭിച്ച നവരാത്രി മഹോത്സവം ശനിയാഴ്ച സമാപിച്ചു. ആഘോഷത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വിവിധ പൂജകളും കലാ സാംസ്കാരിക പരിപാടികളും നടന്നു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രങ്ങളിലേക്ക് ഒഴുകി എത്തിയത്. ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ കൊറക്കോട് ആര്യകാർത്തയണി ശ്രീ മഹാദേവി ക്ഷേത്രം, ശ്രീ ദുർഗാപരമേശ്വരി മഹാകാളി കാശികാല ഭൈരവേശ്വര ക്ഷേത്രം, ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം ശ്രീ മഹിഷമർദ്ദിനി ക്ഷേത്രം, അണങ്കൂർ ശ്രീ ശാരദാംബ ഭജന മന്ദിരം, കുഞ്ചിർക്കാന ദുർഗാപരമേശ്വരി ക്ഷേത്രം, മല്ലം ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രം, തായത്തൊടി ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രം, ആദൂർ ഭഗവതി ക്ഷേത്രം, ഉപ്പള ഐല ശ്രീ ദുർഗാപരമേശ്വരി ക്ഷേത്രം തുടങ്ങിയവിടങ്ങളിലെല്ലാം നടന്ന ആഘോഷത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുത്തു. സമാപന ദിവസമായ ശനിയാഴ്ച കൊറക്കോട് ആര്യകാർത്തയണി ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ വിവിധ പൂജകൾ നടന്നു. വൈകിട്ട് പ്രച്ഛന്നവേശ മത്സരം, രഥോത്സവം, അവവൃത സ്നാനം, ഭണ്ഡാര നിർഗമനം എന്നിവ നടന്നു. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ പാഠപുസ്തകങ്ങളും സിലബസും കാവ്യവൽക്കരിക്കുവാൻ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി ആരോപിച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പേര് ഉച്ചരിക്കുവാനുള്ള യോഗ്യത നരേന്ദ്രമോദിക്കില്ലെന്നും ജോയി പറഞ്ഞു. കാസർഗോഡ് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രാജ്യത്തെ പാഠപുസ്തകങ്ങളും സിലബസുകളും കാവ്യവൽക്കരിക്കുവാനുള്ള ആസൂത്രിത ശ്രമം നടത്തുകയാണ്. കേരളത്തിലും കേന്ദ്രത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും ഭരിക്കുമ്പോഴൊക്കെ പാഠപുസ്തകങ്ങളിലൂടെ രാഷ്ട്രീയം വളർത്താനാണ് ശ്രമിക്കുന്നത്. RSSന്റെ കൃത്യമായ അജണ്ട പാഠപുസ്തകങ്ങളിലൂടെ നടപ്പിലാക്കുവാനുള്ള ശ്രമം നരേന്ദ്രമോദി സർക്കാർ നടത്തിവരികയാണ്. ദൂരദർശൻ പോലുള്ള പ്രസാർ ഭാരതി സംവിധാനങ്ങളെപ്പോലും കാവ്യവൽക്കരിക്കുവാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും VS ജോയി പറഞ്ഞു. കേരളത്തിലും ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും ഒക്കെ ഈ രാജ്യം ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലൂടെ പാഠപുസ്തകങ്ങളിലൂടെ രാഷ്ട്രീയം കലർത്താനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുകയാണ്. ഈ രാജ്യത്ത് RSSന്റെ നേതൃത്വത്തിൽ വളരെ കൃത്യമായ അജണ്ട പാഠപുസ്തകങ്ങളിലൂടെ UGCയിൽ പോലും RSSകാരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഗവൺമെൻറ് രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ ദൂരദർശൻ പോലും പ്രസാർഭാരതി സംവിധാനങ്ങളെപ്പോലും കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. UGCയെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയെയും രാജ്യത്തിൻ്റെ പാഠപുസ്തകങ്ങളെയും സിലബസുകളെയും ഒക്കെ കാവ്യവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നടത്തുമ്പോൾ ഇതിനെതിരായി കണ്ണിലെ കൃഷ്ണമണി പോലെ ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന പ്രഖ്യാപനമാണ് ഈ ജാഥയിൽ ഞങ്ങൾ ഉയർത്തുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ പേര് പോലും തെറ്റായാണ് നരേന്ദ്രമോദി പറയുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് ഉച്ചരിക്കുവാനുള്ള യോഗ്യത മോദിക്കില്ല. ഗാന്ധിജിയുടെ പേര് ഉച്ചരിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് നാവ് പേച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ചെകുത്താൻ വേദം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം ആയിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂവെന്നും KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് മഹാത്മാഗാന്ധിയുടെ പേരുച്ചരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവ് പിഴച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ചെകുത്താൻ വേദം ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളം മാത്രമാണ്. രക്തപങ്കിലമായ പാരമ്പര്യമുള്ള നരേന്ദ്രമോദിക്ക് അഹിംസയുടെ പ്രവാചകനായ മഹാത്മാഗാന്ധിജിയുടെ പേരുച്ചരിക്കാനുള്ള യോഗ്യതയില്ല. നരേന്ദ്രമോദി മഹാത്മാവിൻ്റെ പേര് തെറ്റിച്ചതിലൂടെ ഈ രാജ്യത്തോട്, രാജ്യത്തിലെ ജനങ്ങളോട് മാപ്പ് പറയാൻ നരേന്ദ്രമോദി തയ്യാറാവണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. മോദി സർക്കാരിനെതിരെ കോൺഗ്രസ് നടത്തുന്ന ദേശവ്യാപക പ്രക്ഷോഭത്തിന് KSU ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും KSU സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു. ഇമേജ് വർധനവിനു വേണ്ടി KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും നടത്തുന്ന ബാർവാർ പൊള്ളയാണെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റും ചേർന്ന് മദ്യനയത്തിന്റെ പേരിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതായി NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ പറഞ്ഞു. സമ്പൂർണ്ണ മദ്യനിരോധനമാണ് സർക്കാർ നയമെങ്കിൽ ഘട്ടം ഘട്ടം എന്ന പദം ഉപേക്ഷിച്ച് മദ്യലഭ്യത പൂർണ്ണമായും ഒഴിവാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ എന്തെല്ലാം ജനദ്രോഹ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് എണ്ണി പറയാൻ കഴിയും. എല്ലാം കൂടി പറഞ്ഞാൽ ഒത്തിരി സമയമെടുക്കും. വിലക്കയറ്റം മൂലം മനുഷ്യൻ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക. നിയമസഭയില്ല, നിയമം ഉണ്ടാക്കലുമില്ല, ബഡ്ജറ്റും കഴിഞ്ഞു. അതിനുശേഷം അധിക നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ഖജനാവിൽ 5 പൈസ പോലും ഇല്ലെന്നാണ് ഇപ്പോഴത്തെ വിവരം. തവളപത്രം ഇറക്കാൻ ഒട്ടും തയ്യാറുമല്ല. ഈ ഖജനാവിൽ പണമില്ലാതെ വന്നതിൻ്റെ കാരണം ഇപ്പോൾ മന്ത്രിമാർ പറയുന്ന കാരണമൊന്നുമല്ല. ഇവിടെ മദ്യനിരോധനം നടപ്പിലാക്കിയതുകൊണ്ട് കാശില്ലാതെ പോയി. യാതൊന്നും ബാധിച്ചിട്ടില്ല. ഇതുവരെ ബാധിക്കാൻ വരുന്നതേ ഉള്ളൂ. RSS സർവ്വസംഘ് ചാലക് മോഹൻ ഭാഗവതിന്റെ വിജയദശമി സന്ദേശം തത്സമയം സംപ്രേഷണം ചെയ്ത ദൂരദർശൻ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ NCP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CV ദാമോദരൻ, PP അടിയോടി, K കൃഷ്ണൻ മാസ്റ്റർ, റഫീഖ് പാണപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ 4-ാം മൈലിൽ ദേശീയപാത ഉപരോധിച്ചു. കരാർ ജോലികൾ സോഷ്യൽ ഓഡിറ്റിംഗ് വിധേയമാക്കുക, പൊതുഫണ്ട് കീശയിലാക്കുന്ന കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക, ഉദ്യോഗസ്ഥരെ ജനകീയ വിചാരണ ചെയ്യുക, കുഴികൾ കാലോചിതമായി അറ്റകുറ്റപ്പണി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് 4-ാം മൈൽ ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു സമരം. യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റി പ്രസിഡന്റ് ഖാദർ പാലോത്ത് സമരം ഉദ്ഘാടനം ചെയ്തു. ഈ റോഡിലുള്ള കുഴി കൊണ്ട് ജനങ്ങൾക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയിലാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായിട്ട് ഇതിൻ്റെ NHന്റെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുകയും അവർ പറഞ്ഞ് ഇത് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്തമുള്ള കോൺട്രാക്ടറെക്കാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിയും എന്ന് പറഞ്ഞ് അവർ തടയുകയും, അപ്പോൾ NHന് നാഷണൽ അതിൻ്റെ ഹൈവേയിലെ ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഉത്തരവാദിത്തമില്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് സമരം ഒരു സൂചന കൊണ്ട് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്. നാളെ തിങ്കളാഴ്ച വീണ്ടും ഈ പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭവുമായി ഞങ്ങൾ റോഡ് ഉപരോധം അടക്കം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നൌഷാദ്, മിലാദ്, ഖാദർ ബദ്രിയ, മുഹമ്മദ് എരിയപ്പാടി, സമീർ ചെർക്കള, PI അബ്ദുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപരോധത്തെ തുടർന്ന് 4-ാം മൈൽ ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. KSU സംസ്ഥാന ജാഥ തിങ്കളാഴ്ച കാഞ്ഞങ്ങാട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. KPCC പ്രസിഡന്റ് VM സുധീരൻ ജാഥ ഉദ്ഘാടനം ചെയ്യുമെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
ലഹരി വിമുക്ത അക്രമരഹിത മതേതരത്വ ക്യാമ്പസ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് KSU സംസ്ഥാന ജാഥ സംഘടിപ്പിക്കുന്നത്. NSU ദേശീയ പ്രസിഡന്റ് ജോജി ജോണിൻ്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്ത് പുഷ്പാർച്ചന നടത്തിയ ശേഷം കാഞ്ഞങ്ങാട്ടു നിന്നും ജാഥ പര്യടനം ആരംഭിക്കും. KPCC അധ്യക്ഷൻ VM സുധീരൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രിമാർ, MP, MLA മാർ, KPCC നേതാക്കൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാക്കൾ തുടങ്ങി നിരവധി പേർ സംബന്ധിക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കി 27-ന് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കും. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമാപന സമ്മേളനം കോൺഗ്രസ് നേതാവ് AK ആന്റണി ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങി നിരവധി പ്രമുഖർ സംബന്ധിക്കുമെന്നും VS ജോയ് പറഞ്ഞു. ഈ ജാഥ വരുന്ന 6-ാം തീയതി ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് വെച്ച് KPCCയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരൻ നിർവഹിക്കുകയാണ്. ജാഥ പ്രയാണം ആരംഭിക്കുന്നത് 1967-ൽ EMS ഗവൺമെൻറ്റിൻ്റെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ സമരം നടത്തി പോലീസ് വെടിയുണ്ട ഏറ്റുവാങ്ങി വീണു മരിച്ച KSUവിൻ്റെ മുൻകാല നേതാക്കന്മാർ സുധാകർ അക്കിത്തായുടെയും ശാന്താറാം ഷോണായുടെയും ഓർമ്മകൾ ഉറങ്ങുന്ന കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് പുഷ്പാർച്ചന നടത്തി. NSU ദേശീയ പ്രസിഡന്റ് റോജി ജോണിൻ്റെ സാന്നിധ്യത്തിൽ പുഷ്പാർച്ചന നടത്തി. KSU സംസ്ഥാന നേതാക്കൾ അവിടെ പുഷ്പാർച്ചന നടത്തിയതിന് ശേഷം ജാഥയായി കാഞ്ഞങ്ങാട് ജാഥയുടെ ഉദ്ഘാടന വേദിയിലേക്ക് പോവുകയാണ്. 6-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഈ ജാഥ നടക്കുന്നത്. 6 മുതൽ 14 ജില്ലകളിലും ഈ ജാഥ കടന്നു പോവുകയാണ്. KSU നേതാക്കളായ അഡ്വക്കേറ്റ് AM രോഹിത്, ബിനു ചുള്ളിയിൽ, BP പ്രദീപ് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അക്ഷര പൂമഴ പെയ്യിച്ച് അരയി ഗവൺമെൻറ് UP സ്കൂളിൽ സാക്ഷരം ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡയറ്റിൻ്റെ സംയുക്ത സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. അക്ഷര പൂമഴ പെയ്യിച്ച് അരയി ഗവൺമെൻറ് UP സ്കൂളിൽ സംഘടിപ്പിച്ച സാക്ഷരം ക്യാമ്പ് കുട്ടികൾക്ക് ഉണർത്തുപാട്ടായി. അരയി തിരുമധുരം പദ്ധതിയുടെ ഭാഗമായി വിദ്യാലയത്തിൽ കാസർഗോഡ് ഡയറ്റിൻ്റെ സഹകരണത്തോടെയാണ് സാക്ഷരം ക്യാമ്പ് സംഘടിപ്പിച്ചത്. കുട്ടികളിൽ മത്സരബുദ്ധി ഉണർത്തുന്ന ഭാഷാകേളികളും വായ്ത്താരികളും ക്യാമ്പിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കഥക്കൂട്ടം, കടങ്കഥാകേളി, സർഗാത്മക നാടകകേളികൾ, നാടൻ കളികൾ, വരയ്ക്കാം നിർമ്മിക്കാം തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളും നടന്നു. ക്യാമ്പ് നഗരസഭാ കൗൺസിലർ CK വത്സലൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് P രാജൻ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ, P ഈശാനനൻ, ശോഭന കൊഴുമ്പൽ, വിനോദ് കുമാർ മണിയറ വീട്ടിൽ, സിനി എബ്രഹാം, റോഷ്ന എന്നിവർ ക്യാമ്പിന് നേതൃത്വമേകി. നാടൻ കലാകാരൻ ഷൈജു ബിരിക്കുളത്തിൻ്റെ നാടൻ പാട്ടും ക്യാമ്പിന് മിഴിവേകി. വാർത്തകൾ ചുരുക്കത്തിൽ. നെല്ലിക്കുന്ന് കടപ്പുറം പാലം 7-ാം തീയതി മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്യും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്കായി 6-ാം തീയതി നടത്താനിരുന്ന ചിത്രരചന ഉപന്യാസ മത്സരം 7-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചതായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അറിയിച്ചു. മുളിയാർ പാണൂരിലെ കർഷകൻ കുളത്തിൽ വീണ് മരിച്ചു. K ബാലകൃഷ്ണൻ നായരാണ് മരിച്ചത്. 56 വയസ്സായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. ലീലയാണ് ഭാര്യ. സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ അധിക നികുതി പിൻവലിക്കണമെന്ന് LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട് P സ്മാരക മന്ദിരത്തിലായിരുന്നു സമ്മേളനം നടന്നത്. അശാസ്ത്രീയവും അപക്വവുമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട സംസ്ഥാന സർക്കാർ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി വരുത്തിവെച്ചതായി LIC ഏജൻസ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CATU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആരോപിച്ചു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ജനങ്ങളുടെ മേൽ കടുത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണെന്നും സമ്മേളനം കുറ്റപ്പെടുത്തി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം P സന്തോഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ബ്രാഞ്ച് മാനേജർ ജയചന്ദ്രകുമാർ ഉപഹാരം നൽകി. സംസ്ഥാന സെക്രട്ടറി TK വിശ്വൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. DV അമ്പാടി, MJ ലൂക്കോസ്, എക്കാൽ വിജയൻ, P ബാലകൃഷ്ണൻ, PV ചന്ദ്രൻ, TT ബാലചന്ദ്രൻ, PM ഭാസ്കരൻ, A ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. C അനന്തൻ അധ്യക്ഷനായി. K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. K മാധവൻ നായരെ പ്രസിഡന്റായും ചന്ദ്രൻ രാവണേശ്വരത്തെ സെക്രട്ടറിയായും PK രാജുവിനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഞായറാഴ്ച ബലിപെരുന്നാൾ.
ആത്മസമർപ്പണത്തിൻ്റെയും ത്യാഗബോധത്തിൻ്റെയും സ്മരണകളുമായി എത്തുന്ന ആഘോഷത്തെ വരവേൽക്കുവാൻ വിശ്വാസികൾ ഒരുങ്ങി. കാസർഗോട്ട് വൻ പാൻ മസാല വേട്ട. 43,500 പാക്കറ്റ് പാൻ മസാല ഉൽപ്പന്നങ്ങളുമായി ഒരാൾ അറസ്റ്റിൽ. 40,000 രൂപ പിടിച്ചെടുത്തു. മഞ്ചേശ്വരം ഉദ്യാവരയിൽ പൂട്ട് തകർത്ത് ക്ഷേത്രത്തിൽ കവർച്ചാശ്രമം. ബുക്ക് സ്റ്റാളിൽ നിന്നും 7,000 രൂപയും മൊബൈൽ ഫോണുകളും കവർന്നു. ജ്യൂസ് സെന്ററിലും പൂട്ട് തകർത്ത് കവർച്ചാശ്രമം. നാടിനെ ദേവീമന്ത്രങ്ങളാൽ മുഖരിതമാക്കി നവരാത്രി മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ സമാപനം. മുഖ്യമന്ത്രിക്കും KPCC പ്രസിഡന്റിനുമെതിരെ രൂക്ഷ വിമർശനവുമായി NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. ഇമേജ് വർധനവിനു വേണ്ടി ഉമ്മൻചാണ്ടിയും VM സുധീരനും നടത്തുന്ന ബാർവാർ പൊള്ളയാണെന്ന് ഉഴവൂർ വിജയൻ. KSU സംസ്ഥാന ജാഥ തിങ്കളാഴ്ച കാഞ്ഞങ്ങാട്ട് നിന്നും പ്രയാണം ആരംഭിക്കും. നരേന്ദ്രമോദി സർക്കാർ രാജ്യത്തെ പാഠപുസ്തകങ്ങളെ കാവ്യവൽക്കരിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയി. ദേശീയപാതയുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ മുസ്ലിം യൂത്ത് ലീഗ് രംഗത്ത്. റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ 4-ാം മൈലിൽ ദേശീയപാത ഉപരോധിച്ചു. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.